പലരും പറയുന്ന പ്രശ്നമാണ്, രക്ഷിതാക്കളെ കുറിച്ച് പറയുന്ന ഒരു കംപ്ലൈന്റ് ആണ്. കുട്ടികളെ മദ്രസയിലേക്ക് രക്ഷിതാക്കൾ അയക്കുന്നില്ല. ഒരു 5ാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 7ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ അയക്കുന്നില്ല, സ്കൂളിന് കൂടുതൽ താല്പര്യം കാണിക്കുന്നു എന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് കുട്ടികളെ മദ്രസയിലേക്ക് അയക്കുന്നത്? അവന്റെ നിത്യജീവിതത്തിൽ ആവശ്യമായ നിസ്കാരം, വുളൂ, അതേപോലെയുള്ള ഒരു മുസ്ലിമായ മനുഷ്യൻ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ പഠിക്കാനാണോ? അത് ഒന്നിരിക്കെ 5ാം ക്ലാസ് കഴിയുമ്പോഴേക്കും അത് പഠിച്ചിട്ടുണ്ടാവാം. ഒന്നിരിക്കെ ചിലർ മദ്രസയിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ പഠിച്ചിട്ടുണ്ടാവാം. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് പലരും ചെയ്യുന്നത് കണ്ടിട്ടായിരിക്കും പഠിക്കുക. കൂടുതലും മദ്രസയിൽ പഠിപ്പിക്കുന്ന പല കാര്യങ്ങളും ഒന്നിരിക്കെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പലർക്കും കഴിയാറില്ല. അങ്ങനെ പ്രവർത്തിക്കുന്നവരുമുണ്ട്. എന്നാൽ എന്തിനാണ് ഇത് പഠിക്കുന്നത് എന്ന് സ്വാഭാവികമെന്നോണം ഇവരുടെ മനസ്സിലുണ്ടാവില്ല. ഇനി അതിന് പുറമെ സ്കൂളിലേക്ക് അയക്കുകയാണ്, നല്ല താല്പര്യത്തോട് സ്കൂളിലേക്ക് അയക്കുകയാണ്. എന്താണ് സ്കൂളിലേക്ക് അയച്ചാലുള്ള ഉപകാരം? അവരുടെ ഭാവി ജീവിതത്തിൽ വലിയൊരു നിലനിൽപ്പാണ് സ്കൂളിൽ പഠിക്കുക എന്നുള്ളത്. SLC പാസ്സായി കഴിഞ്ഞാൽ, നല്ല മാർക്കോട് കൂടി പാസ്സായി കഴിഞ്ഞാൽ നല്ല സ്കൂളിൽ അവനിക്ക് അഡ്മിഷൻ കിട്ടും. +2 നല്ല രീതിയിൽ പാസ്സായി കഴിഞ്ഞാൽ അവനിക്ക് ഡിഗ്രിക്ക് നല്ല സ്ഥലങ്ങളിൽ അഡ്മിഷൻ കിട്ടും. അതിന് പുറം അതൊക്കെ പഠിച്ച് വളരുകയാണെങ്കിൽ നല്ല ജോലി കിട്ടും. അവന്റെ ഭാവി ജീവിതം അല്ലെങ്കിൽ സ്വാഭാവികമെന്നോണം അവന്റെ ഫ്യൂച്ചർ നല്ല നിലക്കാക്കിയെടുക്കാൻ, നല്ല ശമ്പളത്തിന് ജോലി ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാകും എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വാഭാവികമെന്നോണം രക്ഷിതാക്കൾ ഇത് ചെയ്യുന്നുണ്ട് എങ്കിൽ അവരെ നമ്മളെ കുറ്റപ്പെടുത്തുന്നതിൽ എന്ത് കാര്യമാണുള്ളത് എന്ന് എൻ്റെ മനസ്സിൽ തോന്നാട്ടോ. കാരണം ഏതൊരാളും അവർ ചിന്തിക്കുകയാണ്, എൻ്റെ മക്കൾക്ക് ആവശ്യമായ കാര്യങ്ങളൊക്കെ, ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ സ്വാഭാവികമെന്നോണം ഞമ്മക്കും പഠിപ്പിച്ചു കൊടുക്കാം, അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് കുറെ പഠിപ്പിച്ച് അവരുടെ സമയം വേസ്റ്റ് ആക്കുന്നത് എന്ന് അവരുടെ മനസ്സിൽ തോന്നിയാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ പറ്റുമോ? ഇനി നമുക്ക് ഇതിനുള്ള ഒരു വഴിയാണ്, നമ്മളുടെ മദ്രസയിൽ പഠിക്കുന്ന ഒരു +2 വരെ പഠിച്ച കുട്ടിയാണ് എങ്കിൽ അവനിക്ക് ഫ്യൂച്ചറിൽ എന്താണ് അതിൽ ഉപകാരമായി കാണുക? അവിടെയാണ് നമ്മൾ കാണേണ്ടത്. ഗവൺമെന്റുമായി സംസാരിച്ചുകൊണ്ട് ഒരു +2 കഴിഞ്ഞ കുട്ടിയാണെങ്കിൽ, മദ്രസയിൽ +2 കഴിഞ്ഞ നന്നായി അറബിക്കൊക്കെ പഠിച്ച കുട്ടിയാണ് എങ്കിൽ അതിന് വേണ്ട സിലബസ് ഒക്കെ ഉണ്ടാക്കി +2ന്റെ റിസൾട്ട് നല്ല നിലക്ക് പാസ്സായ ഒരു കുട്ടിയാണ് എങ്കിൽ, ആ സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ നമ്മളുടെ ഗവൺമെന്റ് സ്കൂളുകളിലും അല്ലാത്ത സ്കൂളുകളിലും ഒക്കെ ഏറ്റവും ചുരുങ്ങിയത് ഒരു LP സ്കൂളിലെങ്കിലും അറബിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അധ്യാപകനായി അവരെ നിയമിക്കും എന്ന് ഗവൺമെന്റ് പറയുകയാണ് എങ്കിൽ നമ്മളുടെ മദ്രസയിലൊക്കെ കുട്ടികൾ നല്ല ബോധത്തോടു കൂടിയും വരികയും രക്ഷിതാക്കൾക്ക് നല്ല താല്പര്യത്തോടു കൂടി അയക്കുകയും ചെയ്യൂലേ? അങ്ങനെ നമുക്ക് ചിന്തിച്ചാൽ, എന്തുകൊണ്ടാണ് അത് ചിന്തിക്കാത്തത്? അല്ലെങ്കിൽ അതിൽ ചിന്തിച്ചതിന് ശേഷം എന്തെങ്കിലും അതിന് നെഗറ്റീവായ വശങ്ങൾ ഉണ്ടോ എന്നൊന്നും അറിയില്ല. എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ്, അങ്ങനെ എന്തുകൊണ്ടായിരിക്കും ചിന്തിക്കാത്തത് എന്ന്. ഇൻഷാ അല്ലാഹ്.